പകിട 12 പകിട പകിട 12 പകിട 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 12. യാത്രയ്ക്കിറങ്ങുന്ന പാണ്ഡവർക്കുള്ളിൽ പുകഞ്ഞു പക. ഏറെ പ്രിയങ്കരനായി ധാർത്തരാഷ്ട്രർക്കു വഴികാട്ടിയായി നിന്ന ശകുനി. പാണ്ഡവരോടൊരു പകയെതുമില്ലാത്ത ശകുനി കരുതിക്കിയതാർക്കു വേണ്ടി. ആരായിരുന്നു ഈ ശകുനി? ആരായിരുന്നു ശകുനി? സംഗീതം പൊഴിയുന്ന നാട്, ഗന്ധർവ ജന്മങ്ങൾ നിറയുന്ന നാട്, ഗാന്ധാര വംശത്തിൻ തോരാത്ത പെരുമകൾ പാടി നടന്നൊരു പുണ്യനാട്. ഗാന്ധാര നൃപനാൻ സുബലനു സുതനായി പിറവി കൊണ്ടു ശകുനി. അതിമതിമാൻ ചാരതേന്തു നോക്കിയാം ഗാന്ധാരി, അവളോ ശകുനിക്കു പ്രിയമേൽത്തിടും സോദരി. അന്ധനാം ധൃതരാഷ്ട്രൻ കരം ഗ്രഹിച്ചു ഹസ്തിനാപുരവധുവായി ഗാന്ധാരി. പതിക്കില്ലാത്ത കാഴ്ച എനിക്കെന്തിനാ? സോദരിക്കിരുളാണ് ജീവിതം നൽകിയ ഹസ്തിനാപുരിയെ വെറുത്തു ശകുനി. അപ്രീതിയേതോ ജനിക്കയാൽ ധൃതരാഷ്ട്ര സുബലനെ സുതരയും തടവിലിട്ടു. ആളുന്നൊരഗ്നി പകർന്നൊരെണ്ണ പോൽ ശകുനിതൻ നെഞ്ചിലെരിഞ്ഞു പക. കൂരിരുട്ടിന്റെ കല്ലറയിൽ ഉണ്ണാനൊടുക്കാനുമില്ലാതവർ കുഴഞ്ഞു ഒരു പാത്രമന്നം ഉരുളയൊരോണം സൗവര പട്ടിണി കോലങ്ങളാ. ഈ ഒരു പിടി അന്നം കഴിച്ച് നമ്മുടെ ഇളയ പുത്രൻ ശകുനി നമുക്ക് വേണ്ടി ജീവൻ നിലനിർത്തട്ടെ. അവന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ ഹസ്തിനാപുരിയെ മുച്ചൂടും മുടിക്കാനുള്ള മാർഗം. പട്ടിണിയാൽ പ്രിയർ പിടയുമ്പോൾ കണ്ണീര് മുണ്ടിക്കുഴച്ചെന്റെ മുണ്ടവൻ ശൗരി. താതനും സഹജരും പട്ടിണിയാലും ഒന്നതും കണ്ടു വളർന്നവൻ ശൗരി. നീറുന്ന പകയുടെ നെരിപ്പോടു നെഞ്ചിൽ
ശകുനി തന്നായുധം. സന്ധിയില്ലാത്തൊരു യുദ്ധത്തിലേക്കവരെ വഴി നടത്തി സൗബലേയൻ കരുനീക്കി പാണ്ഡവരെ തോൽപ്പിച്ചിടുമ്പോഴും കരുനീക്കം കൗരവർക്കെതിരെ. ശകുനിയും ഉത്തരം